ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. താങ്കളും ഈ പറഞ്ഞ വർഷങ്ങളിൽ അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആള് തന്നെയാണ്. അപ്പോൾ ഒരു കത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്തിനെ കുറിച്ചാണ്. ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തമായിട്ട് അറിയാമോ? ഞാൻ പറഞ്ഞോട്ടെ. ഇതിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഇപ്പോഴുള്ള ഈ വിഷയം, സ്വർണ്ണപ്പാളി വിഷയം എന്ന് പറയുന്നത് 2019 ജൂലൈ മാസത്തിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനവും ഇത് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇത് തിരികെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നത് 2019 നവംബർ മാസത്തിലാണ്. അതിനു മുൻപ് കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞത് 2019 മാർച്ച് 14-നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ പീരീഡിലാണ് ഈ പറയുന്ന സംഗതി. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പീരീഡിലല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയത്തില്ല. അത് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. പിന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ പരാമർശിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി 2019 ഡിസംബർ മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയച്ച ഒരു ഇമെയിൽ. ആ ഇമെയിൽ ഞാൻ പെട്ടെന്ന് വായിക്കാം. ഐ ആം ഉണ്ണികൃഷ്ണൻ പോറ്റി റിസൈഡിങ് ഇൻ ബാംഗ്ലൂർ. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ഹാവ് സം ഗോൾഡ് ബാലൻസ് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ finishing the gold work of Shabarimala Sanctum Sanctorum, main door and Dwarapalagas. I would like to use it for a girl's marriage who needs support and genuine in coordination with the Travancore Devasam Board. Please give your valuable opinion in this regard. അപ്പം അയാളുടെ കയ്യിൽ കുറച്ച് സ്വർണം അധികമുണ്ട്. അത് ഒരു നിർധനയായ ഒരു യുവതിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിലയേറിയ അഭിപ്രായം തരണം എന്ന് പറഞ്ഞാണ് ഇമെയിൽ വരുന്നത്. അപ്പം ഇതിലെ മാഡം ചോദിച്ച ഒരു വിഷയം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് ഔപചാരികമായുള്ള ഒരു അറിവും ബന്ധവും ഇല്ല. അയാൾ ദേവസ്വം ബോർഡിലും പിന്നെ ശബരിമലയിലും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ ഈ അന്നദാനത്തിനുമൊക്കെ ഇയാൾ നേരത്തെ സഹായം നൽകിയിട്ടുണ്ട്. അയാൾ 2016 മുതൽ അവിടെ ബന്ധപ്പെടുന്ന ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ കാലയളവിലൊന്നും ഇയാളെ സംബന്ധിച്ച് സംശയാസ്പദമായി യാതൊരു സാഹചര്യമില്ല. ഇപ്പോഴീ വന്നിട്ടുള്ള പിന്നെ വിഷയങ്ങളെന്നൊക്കെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനോ 2 മാസത്തിനോ ഇടയ്ക്ക് വന്നിട്ടുള്ള പിന്നെ പരാതികളും വിഷയങ്ങളുമാണ് ഇതെല്ലാം. അന്ന് അയാളെ സംബന്ധിച്ച് അയാളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി യാതൊരു സംശയവും അന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഇമെയിലിൽ ഞാനെടുത്ത നടപടി എന്ന് പറയുന്നത്, ഇത് തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല എന്നിവരുടെ അഭിപ്രായം വാങ്ങണം. ഇത് മാത്രമാണ് ഇതിൽ എഴുതിയത്. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഒരു ഇമെയിൽ ലെറ്റർ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട സ്വാഭാവികമായ പിന്നെ ഒരു കാര്യം, ഒരു നടപടി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം വായിക്കണം. ഇത് മാത്രമാണ് എഴുതിയത്. അന്ന് ഇയാളെ സംബന്ധിച്ച് ഒരു സംശയവും ഒരു ആരോപണവും അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാമോ? ഒരു കാര്യം കൂടി, ഈ കത്ത് വന്നത് ഏത് ദേവസ്വം ബോർഡ് അത് വന്ന സമയം അത് കൃത്യമായിട്ട് വെളിപ്പെടുത്താം. 2019 ഡിസംബർ 3:03 AM-നാണ് ഈ മെയിൽ ഇട്ടേക്കുന്നത്, സമയം ഇട്ടേക്കുന്നത്. ഇത് അന്ന് 9-ാം തീയതി ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ തപാലുകളുടെ കൂട്ടത്തിൽ ഇതും കൊണ്ടുവന്ന് വെക്കുന്നു. നിരവധി തപാലുകളുടെ കൂട്ടത്തിൽ ഇത് കൊണ്ടുവെക്കുന്നു. അതിൽ ഒരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് വെറുതെ എടുത്ത് കളയാനൊക്കത്തില്ലല്ലോ. അത് ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം വാങ്ങണം എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അതിലൊരു സംശയം. ശരിക്കും നമ്മളിപ്പോൾ ഈ പറയുന്നത് കാര്യം ഈ സ്വർണ്ണപ്പാളി വിഷയത്തെ കുറിച്ചാണല്ലോ. അതെങ്ങനെ ചെമ്പായി മാറ്റി എന്നാണല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഒരു നിർധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ബാക്കി വന്ന സ്വർണം അത് ഉപയോഗിക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ്. ശരിക്കും അങ്ങനെ ഒരു ചോദ്യം വരാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെയുള്ള ഒരു ചട്ടങ്ങളൊക്കെ ഉണ്ടോ? ഒരു ചട്ടങ്ങൾ മറികടന്നുള്ള രീതിയല്ലേ അതും? അല്ല, അന്ന് ഈ വിഷയമില്ല. മാഡം മനസ്സിലാക്കേണ്ടത്, ഈ മെയിൽ കിട്ടുന്ന സമയത്ത് ഈ വിഷയങ്ങളൊന്നും ഇല്ല. ദേവസ്വം ബോർഡിൻ്റെ പിന്നെ സ്വർണം അപഹരിച്ചതായിട്ട് ഒരാരോപണവും അന്ന് നിലവിലില്ല. ഈ തൂക്കത്തിൽ വന്ന വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന കാര്യങ്ങളാണ്. അന്ന് ഇത്തരം ഒരു വിഷയങ്ങളും ദേവസ്വം ബോർഡിൻ്റെ മുന്നിലില്ല ഈ സമയത്ത്.
അപ്പൊ സ്വാഭാവികമായി ഇങ്ങോട്ട് മെയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് നശിപ്പിക്കാനൊക്കെയല്ലോ. അല്ല, അതിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു സംശയം ശ്രീ വാസു, അതായത് ഈ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാക്കി സ്വർണം എന്റെ കയ്യിലുണ്ട്. അത് ആ കത്തിൽ ഉറപ്പാണല്ലോ. ആ ഒരു കത്ത് താങ്കൾ കണ്ടതുമാണ്, താങ്കൾക്ക് മുന്നിൽ എത്തിയതുമാണ്. അത് പിന്നീട് എന്ത് ചെയ്തു? അതെ അതെ അതെ. ഹലോ ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, അത് പറയാം. ഞാനത് വളരെ വ്യക്തമായി പറയാം. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണം എടുത്ത് ആണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അന്നുണ്ടാക്കിയ കരാറ്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് കുറെ സ്വർണം ശേഖരിച്ച് അത് പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കി സ്വർണം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അയാളുടെ വകയാണ്, ദേവസ്വത്തിൻ്റെ വകയായിട്ട് വന്നിട്ടില്ല. അത് അയാളുടെ വകയായിട്ടുള്ള അയാൾ സംഭരിച്ച സ്വർണത്തിൽ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഈ കാര്യത്തിന് ഉപയോഗിക്കണോ എന്നുള്ള അഭിപ്രായമാണ് അത് ഈ പറഞ്ഞത്. അപ്പം അത് ദേവസ്വത്തിൻ്റെ സ്വർണ്ണമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കത്ത് കിട്ടുന്ന സമയത്ത് ദേവസ്വത്തിൽ ഏതെങ്കിലും അപഹരണം അയാൾ നടത്തിയതായിട്ട് യാതൊരു അലിഗേഷനും ഒന്നില്ല, അന്നുമില്ല, അതിനുശേഷം വർഷങ്ങളും ഇല്ല, ആയിട്ടുമില്ല. അലിഗേഷൻ ഇല്ല, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണമാണ് എന്ന് പറഞ്ഞ് ഇതിൽ എത്രത്തോളം മാറി നിൽക്കാൻ പറ്റും? കാരണം കോടതിക്ക് മുന്നിൽ ഇത് വില പോകില്ലെന്നേ. ഈ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഹൈക്കോടതി പല കാര്യങ്ങളും മുന്നിലേക്ക് പറഞ്ഞത്. കോടതിക്ക് സംശയമുള്ളൊരു കത്താണിത്. അതെ അതെ, അത് തന്നെ. ഞാനതിൽ ഈ കത്ത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഞാൻ വായിച്ചതാണല്ലോ ഈ കത്തെന്ന് പറയുന്നത്. ഞാൻ അതിൽ വായിച്ചതാണല്ലോ ഞാൻ അതിൽ എഴുതിയേക്കുന്നതും. ഇത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. ഇതിൽ ഈ സമയത്ത് അയാൾ ഉപയോഗിക്കുന്ന ഈ സ്വർണത്തെപ്പറ്റി ഏതെങ്കിലും സംശയിക്കത്തക്ക ഒരു സാഹചര്യം വന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഞാൻ സംശയം വരാഞ്ഞത്? ശരിക്കും ഈ കത്തിൽ പറയുന്നുണ്ട്, ആ കത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദ്വാരപാലകർ. ആ പേര് താങ്കൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് എന്നറിയാമല്ലോ. അതിൽ ആ സ്വർണം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്? അതെ 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 അതെ.